അമിത്ഷായുടെ വരവ് കേരളം മുഴുവനും ഒന്ന് ഉറ്റുനോക്കിയിരുന്നു. എന്തായിരിക്കും അദ്ദേഹം പറയുന്നത്? സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും അല്ലേ? ചില തീരുമാനങ്ങൾ എടുക്കും, ചില കടുത്ത തീരുമാനങ്ങൾ, ചില നിർദ്ദേശങ്ങൾ വയ്ക്കും. മാത്രമല്ല കേരളത്തിനിട്ടൊരു കൊട്ടും നമ്മൾ പ്രതീക്ഷിക്കും. ഇതെല്ലാം ഇന്നലെ സംഭവിച്ചു കഴിഞ്ഞു. മാത്രമല്ല പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ സാറിനോട് ചോദിക്കുക, ഈ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുന്നതിൽ ഇതുവരെ ഒറ്റക്കെട്ടല്ലായിരുന്നു. ഈ അമിത്ഷായുടെ ഒരു വരവ് അതൊരു ഒന്നൊന്നര വരവാണ്. അത് എതിർ പാർട്ടികൾക്കാർ പോലും കാത്തിരിക്കുകയാണ് എന്താണ് അമിത്ഷാ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ഉത്തരം പറയുകയാണെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ഒരു വിഭാഗീയത ഇല്ലെങ്കിൽ പോലും നമ്മളൊക്കെ പറയുന്നതായ ഒരു കാര്യം തന്നെയാണ്. ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ പാർട്ടിയിൽ വിഭാഗീയതയുണ്ട് എന്ന് അമിത്ഷായ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അവർ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചത്. കാരണം എല്ലാവരും പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷയാക്കും. അങ്ങനെയാക്കിയാലും പിന്നെയും മറുഭാഗം വിഭാഗീയതയോടുകൂടി ഇവിടെ നിന്നുകൊണ്ട് ഔദ്യോഗിക വിഭാഗത്തിന് നേരെ അമ്പുകൾ ചെയ്തുകൊണ്ടിരിക്കും. അത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ വിഭാഗീയത വെച്ച് പുലർത്തുന്നവരെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി നേരിട്ടുള്ള നിയമനം രാജീവ് ചന്ദ്രശേഖർ വഴി നടത്തിയിരിക്കുന്നത്. എന്നിട്ടും അവിടെയായിട്ട് തല പൊക്കുന്നുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോടും പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെയുമായിട്ടും കൂടിയാലോചനകൾ വേണം. നിരവധി പേരുണ്ട്, അവരുമായിട്ടുമൊക്കെ ആലോചിക്കണം ഏത് തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അവരൊക്കെ അന്നിരുന്ന സാഹചര്യമല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിർദ്ദേശം കേട്ട് അതും നടപ്പിലാക്കണം എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അണികളാണ്. അവർ പറയുന്നതും കേൾക്കണം. അവർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അവരെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുപോകണം. അവരുടെ അഭിപ്രായം കേൾക്കണം. താഴെ തട്ടിലുള്ള പ്രവർത്തകരാണ് വലുതെന്ന് അമിത്ഷാ പറയുന്നു. അതുപോലെ ഇപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നിർണായകം. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം BJP ഏത് തരത്തിൽ താഴെ തട്ടിലേക്ക്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇവിടെ തിരുവനന്തപുരത്ത് അഡ്രസ്സ് ചെയ്ത് ഈ വാർഡ് തല സംഗമമാണ് നടത്തിയത്. ഓരോ വാർഡും ഓരോരുത്തരെ ഇങ്ങനെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ അനൗദ്യോഗികമായിട്ട് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ അതാത് മണ്ഡലങ്ങളിൽ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണമെന്നും പറഞ്ഞിട്ടുണ്ട്. തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ പഞ്ചായത്തുകളുമായിട്ടും ആ പഞ്ചായത്തുകളിലെ വോട്ടർമാരുമായിട്ടും കൂടുതൽ ബന്ധം സ്ഥാപിക്കാനും അവരുമായിട്ട് അടുത്ത് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. മുമ്പ് ഒരിക്കലും ഒരു മണ്ഡലത്തിനകത്ത് ഇടപെടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ അനൗദ്യോഗികമായിട്ട് ഈ സ്ഥാനാർത്ഥികളെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്, ഇന്ന മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, ഇന്നിടത്തേക്ക് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടവരുടെയും താഴെ തട്ടിലുള്ളവരുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പ്രവർത്തനം ഇപ്പോഴുണ്ടായെങ്കിൽ മാത്രമേ നിരവധി പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ മുനിസിപ്പാലിറ്റി, കേരളത്തിലെ നിരവധി മുനിസിപ്പാലിറ്റികൾ BJPക്ക് കയ്യെത്തും ദൂരത്താണ് നിൽക്കുന്നത്. പാലക്കാടും പന്തളത്തുമൊക്കെ ഉണ്ട്. അത് പോരാ, അതിനപ്പുറത്തേക്ക് മാറണം. പിന്നെ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് BJPയാണ്. കോൺഗ്രസ് മേൽവിലാസമില്ലാതായിപ്പോയി. ഇവിടുത്തെ നഗരസഭയിൽ ഭരണത്തോടടുത്ത് നിൽക്കുകയാണ്. ഒരു 71-75 സീറ്റ് വരെ നേടിയെടുക്കാം
വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് BJPയുടെ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അത് തിരുവനന്തപുരം തലസ്ഥാനം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ നേട്ടമായിട്ടായിരിക്കും. കേരള സംസ്ഥാനം പിടിച്ചെടുക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയായിരിക്കും തിരുവനന്തപുരം പിടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് അഭിമാന പോരാട്ടമായിട്ട് തന്നെ എടുക്കണം. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ചില ചിത്രം അല്ലാതെ തന്നെ വ്യക്തമാക്കും 26-ൽ ഏത് തരത്തിൽ കാര്യങ്ങൾ മാറും മറിയും എന്നുള്ളത്. സർ, ഇപ്പോൾ അമിത്ഷാ പറയുന്നത് പോലെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുമ്പോഴും ചില നീരസങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ ഉറ്റുനോക്കിയിരുന്നു മാരാർജി ഭവൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ കേന്ദ്രമന്ത്രിയും മാത്രമല്ല കേരളത്തിൽ താമര വിരിയിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട BJP നേതാവ് സുരേഷ് ഗോപിയാണ്. അപ്പം അദ്ദേഹം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കിടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇന്നലെ കാണുവാനില്ലായിരുന്നു. അപ്പം ഈ ഒറ്റക്കെട്ടായി എന്ന് നിൽക്കണം എന്ന് പറഞ്ഞതിൽ അതിലൊക്കെ എന്തൊക്കെയോ ചില കശാപിശ ചില കാര്യങ്ങൾ അതിനകത്തില്ലേ? അതിനകത്ത് സുരേഷ് ഗോപി ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാന കാര്യമല്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് വേറെ ഇല്ല, നമുക്കത് തോന്നുകയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അല്ലാതുള്ള കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കണമെന്നുള്ളതാണ്. ഈ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ എത്താതെ പോയത് എന്നുള്ളതല്ല അതിനകത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒറ്റക്കെട്ടായിരിക്കണം. ഇപ്പോൾ ഇന്നലെ അമിത്ഷാ പോലുള്ള ഒരു വ്യക്തി ഇവിടെ എത്തുമ്പോൾ മുന്നേ നിൽക്കേണ്ടത് സുരേഷ് ഗോപിയാണല്ലോ. അദ്ദേഹം വേറെങ്ങും പോയിട്ടൊന്നുമില്ല, കേരളം വിട്ടു പോയിട്ടില്ല. കേരളത്തിലകത്തെ എന്നാൽ വലിയ പ്രാധാന്യമില്ലാത്ത ചില ചടങ്ങുകൾക്ക് അദ്ദേഹം പങ്കെടുത്തു. എല്ലാം പ്രാധാന്യമുള്ളത് എന്നാൽ ഈ പറയുന്നോണം വലിയ ഇതുള്ള ഒരു ചടങ്ങല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അമിത്ഷായെ കാണാമായിരുന്നു, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ആ സമയത്തെങ്കിലും എത്താമായിരുന്നു. പക്ഷെ അതിലൊക്കെ എന്തൊക്കെയോ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ അതിനകത്തില്ലേ? ഈ വിഭാഗീയത ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അമിത്ഷാ വേദിയിൽ തന്നെ മുൻ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷനെ സുരേന്ദ്രനെ വേദിയിൽ വെച്ച് പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും സുരേന്ദ്രൻ തന്നെ പോസ്റ്റ് ഇട്ടേക്കുന്നത് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പോസ്റ്റ്. കാരണം സ്വാഭാവികമാണല്ലോ സർ, ഈ പറയുന്നോണം യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി പുതു ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണേ. അത് ഇപ്പോൾ കോൺഗ്രസിന് അത് ഒരു തുടക്കം കുറിച്ചു. കേരളത്തിൽ BJP അതിൽ കേരളത്തിൽ മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളിലും അത് തുടക്കം കുറിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ മൂപ്പന്മാരെ ഇരുത്തി ഭരണം നയിക്കണം എന്നുള്ളൊരു ചിട്ടകളൊക്കെ മാറി മറിഞ്ഞു. ഇപ്പോഴത്തെ ട്രെൻഡ് മാറിയല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ മുഖങ്ങൾ വരട്ടെ. അതിൽ ഉള്ള ചില കാര്യങ്ങളായിരിക്കാം. അല്ല, രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവായവരെ പ്രത്യേകം വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അവർക്കെല്ലാം തന്നെ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും എന്ന് ഒരു മുന്നറിയിപ്പും കൂടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോകണം, തദ്ദേശ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കണം ആദ്യ ലക്ഷ്യം. അതിൻ്റെ തുടർ വിജയമായിരിക്കണം നിയമസഭയിൽ ഉണ്ടാകേണ്ടത്.